അസ്സലാമലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പുറകിലിരിക്കുന്ന ആളെ കണ്ടോ, നമ്മുടെ കുലുസുമ്മ ഉണ്ട്. ഞങ്ങള് കുലുസുമ്മായും ഒക്കെ ആയിട്ട് കുലുസുമ്മയുടെ അനിയത്തിയുടെ വീട്ടിൽ പപ്പാടെ ഇളയ പെങ്ങളുടെ വീട്ടിലേക്ക് വർക്കലയ്ക്ക് പോവുകയാണ്. കുലുസുമ്മായ ഇപ്പൊ എല്ലാവർക്കും അറിയാം കേട്ടോ. കുലുസുമ്മക്ക് കുറെ പേര് സലാം പറഞ്ഞിട്ടുണ്ട്, കുലുസുമ്മായ അന്വേഷണം പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പപ്പാടെ മൂത്ത പെങ്ങളാ കേട്ടോ, അറിയാമല്ലോ എല്ലാവർക്കും. കുലുസുമായ എല്ലാവർക്കും അറിയാം. അപ്പൊ പപ്പ, ഞാന്, കുലുസുമ്മ, ഞങ്ങള് മൂന്നെണ്ണം കൂടെ പോവുകയാണ് കേട്ടോ. ഇതിനു മുമ്പൊക്കെ നമ്മള് ബന്ധുക്കള്, പെങ്ങന്മാരുടെ, ചേട്ടന്മാരുടെ, അല്ലെ ഉമ്മാടെ വീട്ടില്, പാപ്പാടെ വീട്ടില്, അപ്പച്ചിമാരുടെ വീട്ടിലൊക്കെ പോയി നിൽക്കുമല്ലോ, മാസങ്ങളോളം നിൽക്കുമല്ലോ. ഞാൻ എന്റെയൊക്കെ കുട്ടിക്കാലം അങ്ങനെയായിരുന്നു. കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടും വർക്കലയ്ക്കാണ് പോക്ക് മുഴുവനും. ചേട്ടനും മൂത്ത ചേട്ടനും പിന്നെ പെങ്ങളും എല്ലാരും അവിടെയാണ്. അവിടെ പോയി എൻ്റെ മോന്റെ ഓരോ വളർച്ചയുടെ ഘട്ടങ്ങളും വർക്കലയാണ്. കാരണം അവൻ പിച്ച വെച്ചതും നടന്നതും, ചേട്ടന്റെ മക്കള് അവരുമായിട്ട് ഭയങ്കര കൂട്ടം. അവരുടെ എന്താ പറയാ, അനിയനാണോ മോനാണോ അതുപോലാണ്. അങ്ങനെ പിന്നീട് നമ്മള് മനുഷ്യ സഹജമായ പല പല പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാ കുടുംബങ്ങളിലും കാണുമല്ലോ. അപ്പൊ അങ്ങനെ കുറച്ചൊരകലം വന്നു പോയായിരുന്നു. ഇപ്പൊ അതാ പെങ്ങളുടെ വീട്ടിലേക്ക് പോവുകയാണ്. അതിനടുത്ത് തന്നെയാണ് പെങ്ങള്. രണ്ട് പെങ്ങന്മാരാ പപ്പാക്ക്. ഇതിൽ മൂത്ത പെങ്ങളാണ് കുലുസുമ്മ, രണ്ടാമത്തെ പെങ്ങളാണ് കുഞ്ഞുമോളെന്നാണ് പേര്. സൈനബ എന്നാണ് പേര്, കുഞ്ഞുമോളെന്നാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ അവിടേക്ക് പോവുകയാണ്. ഇപ്പൊ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ഇപ്പോഴത്തെ മക്കൾക്കും ഇല്ലല്ലോ. നമ്മള് ബന്ധുക്കളുടെ വീട്ടില്, മാമാടെ വീട്ടില്, അപ്പച്ചിയുടെ വീട്ടില്, അല്ലെ ഉമ്മ വീട്ടില്, വാപ്പ വീട്ടിലൊക്കെ പോയി നിൽക്കുമല്ലോ പണ്ട് കാലത്ത്. ഇന്നത്തെ കാലത്ത് ഇപ്പൊ ആരും അങ്ങനെ പോകാറില്ല. ബന്ധങ്ങൾക്ക് ഒരു വിലയും ഇല്ല, ബന്ധങ്ങൾക്ക് ഒരു ദൃഢതയില്ല, എല്ലാം തീർന്നു. ഇനിയിപ്പോ നമ്മുടെയൊക്കെ തലമുറ കഴിഞ്ഞാൽ ഇതും കൂടി ഇല്ല. അപ്പൊ ഞങ്ങളൊന്ന് പോയിട്ട് വരികയാണ്. ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കുലുസുമ്മ നമ്മളെ അവിടെ ചെന്നിട്ട് പറയുന്നതായിരിക്കും. പപ്പക്കൊന്നുമില്ലേ പറയാൻ? പപ്പാക്കുട്ടി ഓ, പപ്പാക്കുട്ടി ജീവിതത്തിന്റെ ഡ്രൈവറാണ് കേട്ടോ. അപ്പൊ ഞങ്ങള് പോയിട്ട് വരട്ടെ. നമ്മുടെ കൊല്ലം ബൈപ്പാസ് പാലം പണിഞ്ഞോണ്ടിരിക്കുവോ, പറഞ്ഞു ബൈപ്പാസിന്റെ ഇപ്പുറത്തൂടെ ഉണ്ടോ, പണി നടന്നുകൊണ്ടിരിക്കാണ്. അതെ അതെ, പക്ഷെ ഇതിനേക്കാളും എന്ത് പൊക്കവാന്ന് നോക്കിക്കാം. കൊല്ലം ബൈപ്പാസ്, ഇപ്പുറത്ത് കായല്. തിരക്കുകളിൽ നിന്നും സത്യം പറഞ്ഞ ഇതൊരു ഒളിച്ചോട്ടമാണ് കേട്ടോ. അത്രയ്ക്ക് നമ്മൾ തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്കുള്ള ഒരു ജീവിതമല്ലേ. അപ്പോൾ കുറച്ച് ദിവസം, ഒരു 2 ദിവസമെങ്കിലും ഒന്ന് നമ്മുടെ സ്വന്തക്കാരെയൊക്കെ വേണമല്ലോ. നമ്മൾ ഈ ജോലിയും അല്ലെ വ്ളോഗും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളുമായിട്ട് നടന്നാൽ മാത്രം പോരല്ലോ. അപ്പോൾ അതാ നമ്മൾ വർക്കല മദിനിയുടെ വീട്ടിലെത്തി. ഈ വഴി ഒരു ഏടാകൂടമാണ് കേട്ടോ. നമുക്ക് വണ്ടി തിരിക്കാനൊക്കെ ഇച്ചിരി പാടാണ്. വന്നതേ നേരെ അടുക്കളയിലോട്ടാണ് പോയത്. ഇതെന്തുവാ? മങ്കട തന്ന് സങ്കടം തീർക്കാൻ പോവാ മദിനിയുടെ. ഇത് കപ്പ അടുപ്പിലിരിക്കുന്നതേ ഉള്ളു. ആങ്ങളയ്ക്ക് മട്ടനും ചിക്കനും ബീഫും ഒന്നും ഇഷ്ടമല്ല എന്നറിയാം. അതുകൊണ്ട് തന്നെ മീനും ഒക്കെയാണ് ഇവിടെ റെഡിയാക്കിയത്. വേണ്ട, ഇത് മതി കറിയൊക്കെ. എന്നിട്ട് എത്ര എടുത്തിട്ടും പറ്റുന്നില്ല പുള്ളിക്കാരിക്ക്. ഇല്ല, അപ്പൊ പച്ചമോരായിട്ടിരിക്കട്ടെ. ഇനിയിപ്പം കറിയൊന്നും വെക്കണ്ട, വേറെ ജോലിയില്ല. ഇഷ്ടവാ. ആങ്ങളക്ക് കപ്പ ഇഷ്ടമായതുകൊണ്ട്, നിങ്ങൾക്കറിയാലോ കപ്പ ഇല്ലാത്ത ജീവിതം ഇല്ല എന്നുള്ളത് അറിയാമല്ലോ. വേണ്ട, കപ്പ കുഴച്ചു. തൈര് ഉടച്ച് കറി വെക്കാൻ പോയതാ, ഞാൻ സമ്മതിച്ചില്ല. ഇനി ഇപ്പൊ ജോലി നെത്തോലിയാണ് കേട്ടോ. നെത്തോലി ഇവിടുത്തെ ഒരു കറിയാണ് കേട്ടോ. അല്ല തെക്കൻ നാട്ടുകാരുടെ ഒരു കറിയോ, തേങ്ങ അരച്ച് വെച്ച. ഇത് മങ്കട തീർത്ത് മങ്കട തന്നിട്ട് ഞങ്ങളുടെ സങ്കടം തീർക്കാനാ കണ്ട്. ഇനി പപ്പടവും കൂടെ പൊരിക്കുന്നു. ഇരുന്നോളൂ കുട്ടി. ഒരു സഹിയാവത്തില്ല, പിന്നെ പോയി പപ്പടവും കൂടെ പൊരിച്ചോട്ട് വന്ന് ദയിക്കാക്കുന്ന എടുക്കങ്ങോട്ട് എടുക്കപ്പാ. വരുന്നു സുമയ്യ വിളിച്ച്. പപ്പയുടെ ഏറ്റവും പ്രിയപ്പെട്ട, അതായത് കരളാണ് ഈ പെങ്ങളെന്ന് വെച്ചാൽ. അത്രയ്ക്ക് ജീവനാണ്.
അതുപോലെ തന്നെയാണ് എന്നോടും കേട്ടോ. ഇക്കാടെ ഭാര്യ എന്ന് പറയുമ്പോൾ എന്തോ അവരുടെ മോളാണോ അവരുടെ കൂട്ടുകാരിയാണോ അതുപോലെയാണ്. എനിക്ക് എന്തും തുറന്നു പറയാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കൂട്ടുകാരിയാണ് എൻ്റെ കുഞ്ഞോള് വനി. കുഞ്ഞു പ്രായത്തിൽ ഒരു ടീനേജ് പ്രായത്തിൽ തന്നെ ഞാൻ ഈ വീട്ടിൽ വന്ന് കയറിയത് കൊണ്ട് തന്നെ ഇവർക്ക് എല്ലാവർക്കും എന്നെ ഒരു മോളെപ്പോലുള്ള സ്നേഹം തന്നെയാണ്. മൂത്ത ജ്യേഷ്ഠൻ്റെ മക്കളും പ്രീ ഡിഗ്രിക്ക്, ഞാനും പ്രീ ഡിഗ്രിക്കൊക്കെ ആയിരുന്നു ആ സമയത്ത്. നല്ല സൂപ്പർ മഴ. ഞങ്ങൾ കണ്ട മഴയെത്തിരുന്ന് ഇങ്ങനെ കൊച്ചു വർത്താനവും പറഞ്ഞിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞുമോള് മദിനി. ഞാൻ മദിനി എന്നാ വിളിക്കുന്നത്. ഞങ്ങളുടെ പൂച്ചുമ്മ. ഇതാണ് വേറൊരു മോൻ, സൂറുട്ടി മോന്. അത് കുലുസുമ്മ അറിയാമല്ല. ഇത് കുഞ്ഞുമോള് സൈനബ എന്നാ പേര്, കുഞ്ഞുമോളെന്നാ വിളിക്കുന്നത്. കൊച്ചുമോനായി. അപ്പൊ ഞങ്ങള് വർക്കല എത്തി. സന്ധ്യക്ക് ഇങ്ങനെ ഞമ്മം അടിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ ഒരുപാട് ഇവിടെ വന്ന് നിന്നിട്ടുള്ളതാ കേട്ടോ. ഒരു ഒഴിവ് കിട്ടിയാൽ നേരെ വർക്കലയ്ക്ക് വിടും. വല്ലിക്കാട് എവിടെയും മതിനിയുടെ എവിടെയും. ഇവിടെ പിന്നെ കുറെ നാളുണ്ടായിരുന്നു. എനിക്ക് വയ്യ, അത് വളരെ കൊച്ചു പ്രായം. അതെ, ഞാൻ അന്ന് കൊച്ച് മതിനി അന്ന് അങ്ങനെ ഞാൻ വരുമ്പോ മതിനി പറയാം, ഈ കള്ളി എന്തിനാ കൊണ്ടുവരുന്നത്, കൊണ്ടുവിട്. എന്റെ നേരെ മൂത്ത ചേട്ടത്തിയെ വിളിക്കാനാ വന്നത്. കൂട്ടിന് ഇവിടെ ആരുമില്ല. ഇവിടെ നിന്ന ജോലിക്കാരി അവള് ആയിട്ട് എന്തോ പ്രശ്നമായി അവൾ അവിടെ വീട്ടിൽ പോയി. അപ്പൊ ആരുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞ് ഞാൻ വരാം, കൂട്ടിനല്ലേ, കുഴപ്പമില്ല. ഇവിടെ വന്ന് എന്റെ തലവട്ടം കണ്ട മതിനി പറയുക, ഇവളെ എന്തിനു കൊണ്ട് വരുമോ ഈ കള്ളിയെ? ഞാനൊന്നും ചെയ്യത്തില്ലല്ലോ, കളിച്ച് നടക്കല്ലേ. ഞാൻ പറഞ്ഞു മതിനി വിഷമിക്കണ്ട, ഞാനൊന്ന് കൊച്ചാ, അത്ര നമുക്ക് ഇത്രയുള്ള ഒരു പക്വതയൊന്നും ആയിട്ടില്ല. മതിനി സമാധാനപ്പെടും, നമുക്ക് സമയമാവോ ഉഷാറാകാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഉഷാറായോ? ഇവിടെ നാട്ടുകാർക്ക് മൊത്തം മൈനിയെന്ന്. ഞാൻ മൈനിയെന്നല്ലേ വിളിക്കുന്നത്. അതിന് നാട്ടുകാർ പറയുന്നത് എന്നെ കാണുമ്പോഴേ പറയുന്നത് മൈനി വന്നു. അപ്പൊ വൈകിട്ടാ ചായ കൂച്ചുക. പെങ്ങന്മാരെ കണ്ടപ്പോഴത്തേക്ക് ആങ്ങളെ അങ്ങ് വലിയ ആളായിപ്പോയി. ഇവിടായാലും വല്ലിക്കാട വീട്ടിലായാലും എല്ലാം എൻ്റെ മോന് 7 വയസ്സാകുന്നത് വരെ ചേട്ടൻ്റെ മക്കളും ഈ പിള്ളേർ ഇവിടങ്ങളിലുള്ള കുട്ടികളും ഒക്കെ ആയിട്ട് ഞങ്ങൾ ക്യാരംസ് കളി, പന്ത് കളി, പിന്നെ കബഡി കളി ഒക്കെ ആയിട്ട് ഞാനിങ്ങനെ പറന്ന് നടന്നു. രാവിലെ ആങ്ങളെയും പെങ്ങളും കൂടെ കഥ പറയുകയാണ് കേട്ടോ. ആങ്ങളെയും പെങ്ങളുമായിട്ടിരുന്ന് കഥ പറയുകയാണ്. നിങ്ങളെ നല്ലെടുത്തത് നിറച്ച് ചാമ്പയ്ക്ക നിൽക്കുന്നു കണ്ട. എല്ലാം ഉണ്ട്, പാഷൻ ഫ്രൂട്ട്, ചാമ്പ, നമ്മുടെ മുളക് കണ്ട, മുളക് എല്ലാം ഇവിടെ മതിനി എല്ലാം കൃഷികൾ ചെയ്യും കേട്ടോ. ഉള്ള സ്ഥലത്ത് നമ്മുടെ മാതള നാരകമാണ് ഈ നിൽക്കുന്നുണ്ട, പൂത്ത് നിൽക്കുന്നുണ്ട, കാ പിടിച്ച് നിൽപ്പുണ്ട്. ഇതോ മാതള നാരങ്ങ നിൽക്കുന്നുണ്ട, കണ്ട മാതള നാരങ്ങ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽപ്പുണ്ട് കണ്ട. അങ്ങനെ എല്ലാ ടെറസിൻ്റെ മുകളിൽ അപ്പുറത്ത് ആ ടെറസിൻ്റെ മുകളിൽ കംപ്ലീറ്റ് പച്ചക്കറികൾ കൃഷിയാണ് കേട്ടോ. ഇവർ പണ്ടേ ഇങ്ങനെയാണ്, എല്ലാ പച്ചക്കറികളും കൃഷി ചെയ്യും. ഇവിടെ നല്ല കൽപ്രദേശമാണ്, ഈ നമ്മുടെ വർക്കലയാണിത്. അടിപൊളിയാ. വലിയൊരു കിണറായിരുന്നു കേട്ടോ. ഇതിൻ്റെ പകുതി ഇവർ കട്ട് ചെയ്തിട്ട് കാറിടാൻ വേണ്ടിയിട്ട് സൗകര്യമാക്കിയതാണ് കണ്ടോ. പകുതി കട്ട് ചെയ്ത് കളയും. വലിയൊരു കിണറായിരുന്നു. ഇവിടൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര പാതാളം. എത്ര തൊടിയോ, 10-40 തൊടിയോ, 65 തൊടിയൊക്കെയാണല്ലേ. അങ്ങ് വടക്കോട്ടുള്ളത് പോലത്തെ കിണറാണിത്. ഭയങ്കര ആഴമാണ്. അപ്പം ഇതിൻ്റെ പകുതി ഇവർ കട്ട് ചെയ്തിട്ട് അത്രയും കോൺക്രീറ്റ് ചെയ്തിട്ട് ചെയ്തിരിക്കുവാണ് കേട്ടോ. സ്ലാബ് വാർത്തിട്ട്.
കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തൊരു പേര കണ്ടു. കമ്പ് വെട്ടിയതല്ലേ മനി ഇത്? ഒരു പേരക്ക ഭയങ്കര വലിപ്പമുള്ള പേരക്കയാണ്. അതിൻ്റെ തന്നെ വേറെ കളറ് കണ്ട്. ഞാൻ പറയില്ലേ പണ്ടേ മതിനി ഇവരിതെല്ലാം വെട്ടിക്കൊടുക്കും കണ്ടോ. അതുകൊണ്ട് നല്ലതായിട്ട് നമ്മുടെ കപ്പപ്പഴം പോലെ കണ്ടോ, കപ്പവാഴയുടെ കൂട്ട് ആ കളറിലെ പേരയാണത് കണ്ടോ. അതിന് പണ്ടേ ഇങ്ങനെ എല്ലാം കൃഷി ചെയ്യും കണ്ട. കോവലുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഫാഷൻ ഫ്രൂട്ടുണ്ട്, എല്ലാം പടത്തി ടെറസിൻ്റെ മുകളിൽ കംപ്ലീറ്റ് എപ്പോൾ വന്നാലും ഇവിടെ പച്ചക്കറികൾ. മുളക് തന്നെ ഏതെല്ലാം ടൈപ്പ് മുളകാണെന്നറിയാം. അങ്ങോട്ട് നിൽക്കുകയാണ് വീടിനോട് ചേർന്ന് തന്നെ. നമ്മുടെ വീട്ടിലെ കൂട്ട് ഒരു അവക്കാടയുണ്ട് കേട്ടോ. പക്ഷേ ഇതുവരെയും കായ്ച്ചിട്ടില്ല. അവർക്കും ഇത് തന്നെ കായ്ച്ചിട്ടില്ല. ഇവിടെ വീടിൻ്റെ പുറകുവശത്തായിട്ട് കോഴിക്കൂടുണ്ട്. ഇഷ്ടം പോലെ കോഴിയുണ്ട് കേട്ടോ. കോഴി, താറാവ്. ഒരു താറാവിന് ഒന്നല്ല കുറേ ഉണ്ടായിരുന്നു. അതൊക്കെ പട്ടി പിടിച്ചുകൊണ്ട് പോയിട്ട് ഇപ്പോൾ ഒരു താറാവേ ഉള്ളൂ. ആച്ചിക്കുട്ടൻ വന്നപ്പോൾ അവിടെ നിന്ന് മാറത്തില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും മുട്ട ഇവിടെ സ്റ്റോക്ക് കാണും കേട്ടോ. നാടൻ മുട്ടയല്ലേ. അപ്പോൾ രാവിലെ ദോശയൊക്കെ ചുട്ടു, ചമ്മന്തിയൊക്കെ അരച്ചു. രാവിലെ പുള്ളിക്കാരത്തി ജോലിയൊക്കെ ഒതുക്കി. പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ കുറച്ച് ഏത്തപ്പഴവും പുഴുങ്ങി മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഞാനപ്പോൾ അതിൽ നിന്ന് ഒരു മുട്ടയെടുത്ത് കഴിച്ച് രാവിലെ ആരോഗ്യം അങ്ങോട്ട് വരട്ടെ. ഒരേ ഏത്തപ്പഴം പുഴുങ്ങിയതും കഴിച്ച് എനിക്ക് ദോശയും വേണ്ട, ഒന്നും വേണ്ട. കാരണം ഉച്ചയ്ക്ക് വേറെ ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിതൊക്കെ കഴിച്ചിട്ടിനി നമ്മൾ പുറത്തേക്ക് പോകാനായിട്ട് ഒരുങ്ങുകയാണ്. നമ്മൾ രാവിലെ മദിനിയുടെ മോളുടെ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ്. മദിനി കുലിസത്തായും മദിനിയും എല്ലാം ഉണ്ട്. ഇക്കായും ഉണ്ട്. ഇവിടുത്തെ ഇക്ക, മദിനിയുടെ ഹസ്ബൻഡ്. വീട് പൂട്ടുകയാണ്. എല്ലായിടത്തും ഈ ഗേറ്റാണ്. എല്ലാവരും പറയുന്ന അപകടമാണ്. സത്യമാണ്. ഇതിനെ ഒരു പിടുത്തവും ഇല്ലല്ലോ. നമ്മുടെ വീട്ടിൽ നീക്കുമ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പറയും അങ്ങനെ ചെയ്യല്ലേ കുലുസുമ്മ. ഞങ്ങൾ കുലുസത്ത പിന്നെ കുഞ്ഞോള് പനിയുടെ പിന്നെ മോടെ വീട്ടിലോട്ട് പോവുക. എൻ്റെ പിള്ളേരെ ഒന്ന് വിളിച്ചതും ഇല്ല. പിള്ളേരെയൊക്കെ വിളിക്കുക. വേറെ മോൻ രാവിലെ പറഞ്ഞതാ. കയറിക്കും. ഞങ്ങൾ നാത്തുമാര് 3 പേരും കൂടെ മദിനിയുടെ മോള്. നമ്മൾ രാത്രി പോയത് ഓർമ്മയില്ല? മോൻ കരഞ്ഞത്, ആച്ചിക്കുട്ടനെ കെട്ടിപ്പിടിച്ചിട്ട് വിടാതെ കരഞ്ഞ ഒരു വീഡിയോ ഇട്ടില്ലേ ഞാൻ മദിനിയുടെ മോടെ വീട്ടിൽ രാത്രി പോയത്. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞില്ല മോൻ്റെ സങ്കടം കണ്ടിട്ട് സങ്കടം വരുന്നു എന്ന് പറഞ്ഞില്ലേ. ഈ മദിനിയുടെ മൂത്ത മോടെ അടുക്ക പോവാ. ഒരു മോനും ഒരു മോളുമാണ്. മോന് കാനഡയിൽ. എവിടെയാ? മോനും വൈഫും കാനഡയിലാണ്. പിന്നെ ഒരു മോനുണ്ട്. പിന്നെ മോളെ കിട്ടിയിരിക്കുന്നത് പപ്പാടെ ചേട്ടൻ്റെ മോൻ തന്നെയാണ്. അതായത് ഇവരുടെ ഈ 2 നാത്തുമാരുടെ ആങ്ങളയുടെ മോൻ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്, ബൈജു. അപ്പോൾ മോന് ബൈജു ദുബൈയിൽ, സൗദിയിൽ. അവന് ഷിപ്പിലായതുകൊണ്ട് ഇന്നടത്തെന്ന് പറയാൻ പറ്റത്തില്ല. ഇങ്ങനെ സ്ഥലങ്ങൾ മാറി പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതാണ് ഞങ്ങൾ മദിനിയുടെ മോടെ വീട്ടിലോട്ട് പോവുകയാണ്. പോയിട്ട് വരട്ടെ. ടാറ്റാ. പപ്പായും ഇക്കായും മദിനിയുടെ ഹസ്ബൻഡാണ്. ഇത് ഫസിലിയാക്ക. ഫസിലിയാക്ക ഒന്ന് നോക്കിയേരി. ഇപ്പുറത്ത് കണ്ടതാ. ഇതാണ് ഞങ്ങളുടെ ഫസിലിയാക്ക. പപ്പ വണ്ടി ഓടിക്കുക. അപ്പം ഞങ്ങൾ പോയിട്ട് വരട്ടെ. അവിടെ ചെന്നിട്ട് ആ മോനെ ഒന്നുകൂടെ കാണിക്കാം. എൻ്റെ പൊന്നുമോൻ്റെ കരച്ചിൽ കണ്ടിട്ട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ഇട്ടായിരുന്നു. ആച്ചിയുടെയും ആ മോൻ്റെയും സന്തോഷം കണ്ടിട്ടേ. അവരുടെ 2 പേരും പിരിയുന്നില്ല. പിന്നെ ഞങ്ങൾ എങ്ങനെങ്കിലും അല്ലേ അന്ന് പോയത്. അപ്പോൾ അവിടേക്ക് പോവാണ്. എടുക്കാം. ഇതെന്താണെന്ന് അറിയാവോ? ഇത് ഞാറയാണിത് കേട്ടോ. അവരുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു മരമാണ്. ഞാറപ്പഴം ഉണ്ടല്ലോ. വരുവാ മോളെ, വരുവാടി. ഞാറയാണിത് കണ്ടോ. ഇഷ്ടം പോലെ ഞാറപ്പഴം നിൽക്കുന്നത് കണ്ടോ എൻ്റെ പൊന്നേ. കയ്യെത്തി പറിക്കാം. ഈ ഞാറയുടെ ഇല ഷുഗർ പേഷ്യൻസിന് വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ 1 തരമാണ് കേട്ടോ. നിങ്ങൾ ഇത് കുടിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഷുഗർ ലെവലൊന്ന് നോക്കിയതിന് ശേഷം ഇതൊന്ന് തിളപ്പിച്ചൊന്ന് കുടിച്ച് നോക്കൂ. അടിപൊളിയാണ്. പെട്ടെന്ന് ഷുഗർ കുറവ് കിട്ടും കേട്ടോ. വേണ്ട ഞാറപ്പഴം ഞാൻ കയ്യെത്തി ഒന്ന് പറിക്കട്ടെ. എൻ്റെ ഒരു കയ്യിൽ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇരിക്കുവാണ്. നിറയെ ഞാറപ്പഴമാണ് നിൽക്കുന്നത്. അവരുടെ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണേ. അപ്പം അതുകൊണ്ട് കംപ്ലീറ്റ് ഹായ് ചക്കര മോനെ. എന്താടി എൻ്റെ പൊന്നിന് മിഠായി? അയ്യോ എൻ്റെ കുഞ്ഞിന് പിടിക്കാൻ പറ്റത്തില്ല. ഇതല്ല
ഹലോ വരുമോ വീടിൻ്റെ പണി നടക്കുക. അപ്പോൾ അതുകൊണ്ട് എല്ലാം അർപ്പിച്ചിങ്ങനെ വെച്ചിരിക്കുകയാണേ. ഈശക്കൂട്ടാ എന്തിയാ അവളെന്തിയാ മൂത്താള് കോളേജിൽ പോയി. അല്ലോ എൻ്റെ മോൻ്റെ കരച്ചിൽ ഓർക്കാൻ വയ്യാന്ന് ഞങ്ങൾ പോകുന്ന ദിവസം. അല്ല മിഠായിലാടി അല്ലാഹു ആ ഇക്ക് എന്തേടി കണ്ടോ? ഇക്ക് വന്നില്ലട് പൊന്നെ. ഇക്ക് സൗദിയിലാ. എൻ്റെ പൊന്നുമോൻ്റെ കരച്ചിൽ ഒരുപാട് പേര് സങ്കടപ്പെട്ടു. എൻ്റെ മോൻ്റെ കരച്ചിൽ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല അന്നത്തെ വീഡിയോ. ഇരിക്കാൻ മോനെ ഇരിക്കാൻ. ഞങ്ങളുടെ ഈശക്കുട്ടി ഇന്ന് പഠിക്കാൻ പോകണ്ട, സ്കൂള് പറഞ്ഞില്ല അല്ലേ? മറ്റവള് കോളേജിൽ പോയി. ഇതിന് തൊട്ടപ്പുറമാണ് കോളേജ്. എസ് എൻ കോളേജ് അല്ലേ? വർക്കല SN കോളേജിൻ്റെ തൊട്ടിപ്പുറമാണ്. മോളെത്രല്ലേ ഇപ്പോൾ പഠിക്കുന്നത്? ഇനി 10ാം ക്ലാസ്സിൽ. ഇനി 10ാം ക്ലാസ്സിലാണ് കേട്ടോ. എന്താ വില്ലാളി ഹായ് പറഞ്ഞേരി. എന്തരയാവോ അതാണ്ട് നമ്മുടെ ഞാറപ്പഴം ഉണ്ട് ഇതിൻ്റെ അകത്ത് കേട്ടോ. എനിക്കൊന്ന് പറിക്കാൻ പറ്റുന്നില്ല, വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ശരിക്കും പഴുത്തിട്ടില്ല കണ്ടോ, പഴുത്ത് വരുന്നതേ ഉള്ളേ കണ്ടോ. റോഡിൽ നിന്ന് മാറുന്നില്ല. റോഡ് നല്ല പഴുത്തത് നിൽക്കുന്നു. ഇച്ചിരി കൂടെ രണ്ട് കഴിക്കും പിടി എങ്കിലല്ലേ. വാ ഇതേണ്ടതേ പഴുത്തത്, നല്ലതായിട്ട് പഴുത്തത് ഇതിൻ്റെ അകത്തുണ്ടതേ. ഞാറയാണ് കേട്ടാ വേണ്ടതേ. വാ ഓക്കെ ആ മതി പറിച്ചു തരാമല്ലോ. എൻ്റെ പൊന്നിന് വേണോ ഞാറയ്ക്കാ? ഇന്നാ എടുത്ത് ഇഷ്ടം പോലെ പഴുത്തത് താഴെ കിടക്കുക കണ്ടോ ഞാറപ്പഴം. ഇതിൻ്റെ ഇല സൂപ്പറാണ് കേട്ടോ. ഇതാ നിറയെ നിൽക്കുകയാണ്, നിറയെ ചെറുതും വലുതും. കുട്ടികളാണോ കൊണ്ടുപോണത്? അപ്പൊ മാമി ഒരു കുട്ടിയാ. ഞാറയ്ക്ക പറിച്ചുകൊണ്ട് പോകും കേട്ടോ. അപ്പൊ മാമിയും ഒരു കുട്ടിയായി ഇപ്പം കേട്ടോ. മാമിയും കൂടെ പറിച്ചുകൊണ്ട് പോവുകയാണേ കേട്ടോ. മാമി പോകുമ്പോ കുറച്ച് പറിച്ചുകൊണ്ട് പോവുവേ. ആ എൻ്റെ പൊന്നേ മഴ അകത്ത് കേറിക്കോ. മോള് പഠിക്കാൻ പോയേക്കുമായിരുന്നു. അവള് മൂത്താളാ, അവളില്ലായിരുന്നു. സോന നേരെ കയറി വേണോ? വലൈക്കും സലാം. മുഖവും കൂടെ ഒന്ന് കാണട്ടെ. ഇതാണ് ഞങ്ങളുടെ സോന. അപ്പോൾ പഠിത്തവും കഴിഞ്ഞ് വന്നതാണ് പുള്ളിക്കാരത്തി. ഇതാണ് മൂത്ത മോള്. അവർക്ക് സിൽനാക്കും ബൈജുനും 3 മക്കളാണ്. ഒന്ന് സോന, മറ്റേ ഈഷയൊക്കെ ഉണ്ടല്ലോ, പിന്നെ ഒന്ന് മോനും. വല്യാപ്പായും മോളും. അപ്പോൾ അതാണ്ട കപ്പ വെന്ത ഉടനെ തന്നെ ഇവിടെ എല്ലാവരും കട്ട് ബോധിച്ച്. അപ്പോൾ എനിക്ക് കപ്പ കഴിച്ചു കഴിഞ്ഞാൽ ചോറ് തിന്നാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഇത്രയും കപ്പയെ എടുത്ത് വെച്ചിട്ടുള്ളൂ. നമ്മുടെ കടിച്ച മേത്ത ഉറുമ്പിനെ പോലും തൂക്കാത്ത നമ്മുടെ സിൽന കുട്ടി ഉണ്ടാക്കിയ സംഭവങ്ങളൊക്കെ ആയത് കേട്ടോ. നമ്മുടെ കൊച്ചു മക്കളൊക്കെ സ്വന്തത്തിൽ ഒറ്റയ്ക്ക് ജീവിതമായപ്പോൾ ചെയ്യുന്ന ജോലികൾ കണ്ട് ഞാൻ അന്തം വിട്ടു. അപ്പോൾ തന്നെ മോരുകറി,
എരിശ്ശേരി, ഇതിൽ വലിയ പയറ് കണ്ട്, എരിശ്ശേരി മത്തങ്ങായും ഒക്കെ ഇട്ടിട്ടുള്ള കണവ റോസ്റ്റ്, പിന്നെ മീൻകറി, അവിയൽ, ചെമ്മീൻ ഫ്രൈ, എന്താ ചോറ്. നേരത്തെയൊക്കെ വർക്കല വന്ന് വല്ലിക്കാടെ വീട്ടിൽ പോയാലും മദിനിയുടെ വീട്ടിൽ വന്നാലും സജി വെച്ചാൽ മതി കറി, സജിയുടെ കറി മതി നിന്ന് കൊച്ചുമ്മ വെച്ചാൽ മതി, പിള്ളേരെല്ലാം പറയും. അപ്പം വന്ന് കയറിയാൽ ഞാൻ അടുക്കളയിലേക്കാണ് കയറുക. പോവാണല്ലോ, പോകണ്ടേ? അപ്പം ഇവിടെ വരുന്നവരെ ആരും വിടില്ല, വിടമാട്ടെ. ആ എൻ്റെ പൊന്നെ, ചോറ് കഴിച്ചിട്ട് പോകാം, അത്രേ ഉള്ളൂ. എൻ്റെ പൊന്നിൻ്റെ അടുക്കൽ നിന്ന് ചോറ് കഴിച്ചിട്ടേ പോകുന്നുള്ളൂ കേട്ടാ. ശരി, മീൻകറി എന്ന് ചോദിച്ചേ. എന്തായാലും ഈ പ്രാവശ്യം വന്നിട്ട് ഞാൻ മങ്കട കൂട്ടിയില്ലെന്നുണ്ട്, സങ്കടം ഉണ്ടായിരുന്നു. ആ സങ്കടം ഇന്നലെ ഉമ്മായും തീർത്ത് മതി, ഉമ്മായും തീർത്ത് മോളും തീർത്ത് കേട്ടോ. പക്ഷേ മാമായിക്ക് നല്ല എരിവ് വേണ്ടതുകൊണ്ട് കുരുമുളകൊക്കെ അങ്ങോട്ട് വെച്ചിട്ട് ഞാൻ വെക്കുന്ന കറി പോലത്തെ ടേസ്റ്റ് കേട്ടോ. എൻ്റെ അളിഞ്ഞ കറി കൂട്ടി ഞാൻ മടുത്ത് വന്നതാ. എന്താ അപ്പം നമ്മൾ കണ്ട നമ്മുടെ കപ്പയ്ക്കകത്തോട്ട് ഇങ്ങനെ മുക്കിയിട്ട് ആ മുളക് കറി ആ കുരുമുളകൊക്കെ അരച്ചിട്ട് നല്ല അടിപൊളി കേട്ടോ. സൂപ്പർ കേട്ടോ, അടിപൊളി. നമ്മളെ സിനിമ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നൊക്കെ കണ്ടിട്ട് അത്ഭുതം തോന്നുന്നു. നിങ്ങളെല്ലാരും കൂടെ കഴിക്കുവാണേ. എനിക്കറിയാം വേണ്ട, വിഷക്കുട്ടം വരുന്നില്ലേടാ? ആ എന്നോട് പറയുവാ ചോറ് നല്ല രുചിയാ. നിങ്ങൾ ചോറുണ്ടിട്ടേ നിങ്ങൾ ചോറുണ്ടിട്ടേ പോകാവുള്ളേ, നല്ല രുചിയാ ഞങ്ങളുടെ ചോറിന്. എന്നോട് ഞങ്ങള് പോകുമെന്ന് ചേച്ചി എന്നോട് പറയുക, പോകല്ലേ ഞങ്ങളുടെ ചോറ് നല്ല ടേസ്റ്റാ, അത് കഴിച്ചിട്ട് പോകും. എന്റെ പൊന്നെ, അവന്റെ പപ്പ ഇത് തന്നെയായിരുന്നു കേട്ടോ. പയ്യോ ഞങ്ങളിവിടെ തട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കണവ മുതൽ കൊഞ്ച് എല്ലാ സംഭവങ്ങളും ഉണ്ട്. നമുക്ക് ഇറച്ചിയോട് അത്ര പിടുത്തമല്ലല്ലോ, അപ്പം അതുകൊണ്ടാണ്. നമ്മുടെ കുലുസുമ ഇങ്ങോട്ട് നോക്ക്. കുലുസുമ ഞാനിപ്പോൾ കൈ എവിടെ വെക്കുമെന്നറിയാൻ വയ്യാതെ വിഷമിച്ചിരിക്കുക കേട്ടോ. അവിയൽ, മീൻകറി, കണവ, നമ്മുടെ എരിശ്ശേരി, ചെമ്മീൻ പൊരിച്ചത്. കൈയിന് ഞാൻ എവിടെ വെക്കുമെന്നുള്ളത് അറിയാതെ വിഷമിച്ച് പകച്ചിരിക്കുക കേട്ടോ. എന്നാലും ഞാൻ തട്ടും. എനിക്ക് അവിയലും ഈ വക സംഭവങ്ങളൊക്കെ കിട്ടും. അങ്ങനെ ചോനാക്കുട്ടി നാണം വരുന്നോ? നാണം വരുന്നടി, സോനായിക്ക് നാണം വരുന്നു. ഇവിടെ കരച്ചിൽ തുടങ്ങി കേട്ടോ, ഭയങ്കര കരച്ചിലവന്. അല്ലാഹുവേ, കഷ്ടവേ. പിടിച്ചോണേ മോനെ, റോഡിലോട്ട് ഇറങ്ങല്ലേ. കരയണ്ട, ടാറ്റാ ടാറ്റാ. എൻ്റെ പൊന്നുമോൻ കരയുവാടി. പോയിച്ചു വരട്ടെ. ആ വരാം പോയിട്ട് വരട്ടെ. പോയിക്ക് വന്ന മോനെ. ഞങ്ങളെ റോഡിഞ്ഞോട്ട് ക്രോസ് ചെയ്ത് വിടാൻ വന്നാൽ അവൻ തകർക്കുന്നു ഞങ്ങൾ പോകുന്നതിന്. എന്താ കാറ്റെന്ന് നോക്കിക്ക്. ആ തെങ്ങിന്റെ ഓലയൊക്കെ പോന്ന പോക്ക് കണ്ടോ? അടിപൊളിയില്ലേ കാറ്റ് കണ്ടോ? ആ ഇങ്ങനെ കടലിന്റെ ഏരിയയിൽ കൂടി ഇങ്ങനെ പോവുകയാണ്. വെറുതെ പോവാട്ടോ, ഒരു കാര്യമില്ല. അത് വെറുതെ ഇങ്ങനെ വീടിനടുത്ത് തന്നെ കടൽ. തണ്ട
മദനിയുടെ വീടിൻ്റെ അവിടെ നിന്ന് മേളിൽ നിന്നുകൊണ്ട് നമുക്ക് സൗണ്ട് നല്ലതായിട്ട് കേൾക്കാം. ഒരു തോട ആറായില്ലേ. തിരക്കിനിടയിൽ നിന്നും മനസ്സിന് ഒരുപാട് സന്തോഷവും സമാധാനവും എന്താന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഫീലിങ്സാണ് ഉണ്ടായത് കേട്ടോ. 2 ദിവസം നമ്മുടെ പ്രിയപ്പെട്ടവരുടെ അടുക്കലേക്ക് മാറി നിന്നപ്പോൾ തന്നെ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ നമ്മുടെ ബന്ധുക്കളുടെ സ്വന്തക്കാരുടെ അടുക്കലൊക്കെ പോവുകയും വരികയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബന്ധങ്ങളൊന്ന് ദൃഢമാവും. അതാണ് ഞങ്ങളുടെ പ്രൗഢഗംഭീരയായ അമ്മായിയമ്മ. സുന്ദരിയായിരുന്നു കണ്ടോ. ഇതാണ് മോനും മോളും. തസ്ലി ഡോക്ടറാണ്, കാനഡയിലാണ്. എൻ്റെ മോനും MBA-കാരനാണ്. നാത്തൂൻ്റെ മോനാണ് കേട്ടോ. എൻ്റെ സുലുവിനെ കണ്ട പോലെ ഇല്ലേ. ഈ ചെറുപ്പത്തിൽ ഇവർ രണ്ടുപേരും കൂടെ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ആൾക്കാർ ചോദിക്കും നിങ്ങൾ ഇരട്ടകളാണോ എന്ന് ചോദിക്കുമായിരുന്നു കേട്ടോ. അത്രയ്ക്ക് സാമ്യമാണ് എൻ്റെ മോനുമായിട്ട്. ആങ്ങളുടെയും പെങ്ങളുടെയും മക്കളല്ലേ. ഒരു കുഞ്ഞുണ്ട്, ഒരു കുഞ്ഞു വാവയുണ്ട്, ഒരു ആച്ചിക്കുട്ടനെ പോലെ ഒരു മോന്. നേരത്തെ ഞാൻ മദനിയുടെ കുടുംബത്തെ പരിചയപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് മദനിയുടെ കുടുംബം. അതിൽ ഇക്കയില്ല. ഇക്ക വീഡിയോയ്ക്കൊന്നും നിൽക്കത്തില്ല കേട്ടോ. വീഡിയോയ്ക്കോ ഫോട്ടോയ്ക്കോ ഒന്നും പോസ്റ്റ് ചെയ്യാത്ത ഒരു ഹസ്ബൻഡ് അദ്ദേഹം ആ പുള്ളിക്കാരത്തേക്ക് കൊണ്ട് എനിക്ക് കൊണ്ടുവരണ്ട. ഞാൻ പിന്നെ എല്ലാം പിടിച്ച് നിർത്തും. കൊണ്ടുവന്ന് ബഹളം വെച്ച് പിണങ്ങി പ്രശ്നം ഉണ്ടാക്കി ഞാൻ കൊണ്ടുവന്ന് നിർത്തും. അതുകൊണ്ട് നിൽക്കും. ഇത് മദനി ഈ മോനാണ്. ഇത് മോളാണ് കേട്ടോ. ഇത് മോളും ഇത് മോനുമാണ് മദനിയുടെ. അപ്പം ഇത് മൂത്ത ചേട്ടൻ്റെ മോനാണ്. അവനാണ് ഇവളെ വിവാഹം കഴിച്ചിരിക്കുന്നത്. അതായത് മദനിയുടെ മൂത്ത ആങ്ങളയുടെ മോൻ തന്നെയാണ് കേട്ടോ. പപ്പാടെ ചേട്ടൻ്റെ മോൻ തന്നെയാണ്. ഇത് ബൈജു ഷിപ്പിലാണ്, പിന്നെ ഇപ്പോൾ ദുബൈയിലാണ് കേട്ടോ. പിന്നെ ഇത് പുതിയ പെണ്ണും ചെറുക്കന് ഫിനാസ്, തസ്ലി. അവർ ഞാൻ പറഞ്ഞല്ലോ കാനഡയിലാണ്. സിൽനായ്ക്ക് ഒരു മോനും കൂടിയുണ്ട്. ഇന്നലെ ആ കരയുന്ന മോനുണ്ടല്ലോ, നമ്മളെപ്പോൾ ചെന്നാലും നമ്മൾ പോകരുതെന്നും പറഞ്ഞ് കരയത്തില്ല ആ മോന്. ഈ ദിഷ, ഇത് സോന. അപ്പോൾ ഇതാണ് മദനിയുടെ കുടുംബം. ഇക്ക വീഡിയോയ്ക്കോ ഫോട്ടോയ്ക്കോ ഒന്നും നിൽക്കത്തില്ല കേട്ടോ. അതാണ് ഇതിലില്ലാത്തത്. അപ്പോൾ ആരും ചോദിക്കല്ലേ ഹസ്ബൻഡ് ഇല്ലേ എന്ന്. ഹസ്ബൻഡുണ്ട്, പക്ഷേ ചിലർ ഫോട്ടോയും വീഡിയോയും എടുക്കാൻ താല്പര്യമില്ലാത്തവരാണ്. ഞങ്ങൾ 2 ദിവസത്തെ സുഖവാസത്തിന് ശേഷം നാട്ടിലേക്ക് തിരിക്കുകയാണ്. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് വല്ലപ്പോഴും ഒക്കെ ആയത്. മറ്റത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. അപ്പോൾ നമ്മുടെ കുലിസുമ്മായി ഞങ്ങളും കൂടെ ഒന്നിച്ചല്ലേ വന്നത്. അപ്പോൾ കുലിസുമ്മായി അങ്ങ് വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് പോകാനാണ്. എൻ്റെ സുന്ദരിമണികളായ നാത്തൂമാരെ കണ്ട് അതാ വരുവോ അവർക്ക് ഞാനും കൂടെ നടക്കി. അതാ ഞങ്ങൾ പോവുകയാണ്. അതിനു മുമ്പേ ഞങ്ങളൊന്ന് ഒന്നിച്ചിരിക്കുകയാണ്. ഞങ്ങളെന്നും ഇങ്ങനെ തന്നെ ആയിരുന്നു. ഇടയ്ക്ക് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറിയതാ, പിന്നെ വീണ്ടും അടുത്തതാ. സമയമില്ലല്ലോ ഇപ്പം ആർക്കും. പ്രിയപ്പെട്ട നാത്തൂൻ, പ്രിയപ്പെട്ട നാത്തൂൻ. അപ്പൊ ഞങ്ങൾ പോയിട്ട് വരട്ടെ. വരുമ്പതാടോ പോവുക. അയിനി ഞങ്ങള് കൂടെ വരുവാന്നല്ലോ. ഞങ്ങള് നാട്ടിലേക്ക് പോകും. കുലിസുമ്മാക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇങ്ങനെ വരുന്നത്. പാവം സുബാരട്ടിക്ക ഫസിലാക്ക. പക്ഷെ ഇപ്പൊ ഞാൻ പിടിച്ചു കെട്ടിയിട്ട് എടുക്കുക കേട്ടോ. വീഡിയോയ്ക്കോ ഫോട്ടോയ്ക്കോ ഒന്നും പോസ്റ്റ് ചെയ്യുന്ന ഒരാളല്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങോട്ടൊന്ന് നോക്കിയാരെ സഖാവേ. അതെ, 45 വർഷത്തോളം ദുബായി വർക്ക് ചെയ്ത ആളാണ്. ഇപ്പൊ വീട്ടിൽ വർക്ക് ചെയ്യുക. ഇക്ക 45 വർഷം ദുബായ് ഡിഫൻസിലായിരുന്നു. അപ്പൊ സഹോദരൻ്റെ നേരത്തെ കയറി. സഹോദരൻ അയ്യപ്പൻ വണ്ടിയിലങ്ങ് പറയാം. അപ്പൊ ടാറ്റാടാ. ഈ വീണ്ടും സന്ധിക്കല. അതുവരേക്കും വണക്കം. അപ്പം നമ്മൾ മദനിയോടും ഇക്കാടടുക്കുകയും യാത്രയൊക്കെ ചോദിച്ചിട്ട് തിരിച്ചു പോവുകയാണ്. മദനിക്ക് ഭയങ്കര വിഷമമാണ്. എല്ലാവരും ഇങ്ങനെ വന്ന് നിൽക്കുന്ന പുള്ളിക്കാരത്തേക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ശരി. അളിയോ അല്ല, അവിടെ ഇരിപ്പോണ്ട് അളിയൻ കൈ കാണിക്കുന്ന കണ്ടില്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
കഷ്ടം, എത്ര ദിവസം കൊണ്ട് വരണമെന്നും പറഞ്ഞിരുന്നത്. അങ്ങനെ പെരുമഴയത്ത് ഞങ്ങൾ വർക്കല നിന്നും വീട്ടിലേക്ക് പോവുകയാണ്. റോഡ് കണ്ടോ എൻ്റെ പൊന്നോ, മഴയാണ്, ഭയങ്കര മഴ. ഹൈ റേഞ്ച് പോലുണ്ട്. കാരി ഞങ്ങള് വർക്കലേന്ന് നേരെ നമ്മുടെ കുലുസുമ്മയെ കൊണ്ടുവിടാൻ വേണ്ടിട്ട് കുലുസുമ്മയുടെ വീട്ടിൽ വന്നു കേട്ടോ. അപ്പൊ ഇവിടെ വേണ്ട കാരിയും ഒക്കെ വാർത്തങ്ങനെ എടുക്കുന്നു കേട്ടോ. സത്യം പറഞ്ഞാലേ എത്ര നാളായെന്ന് അറിയാമോ ഈ ആഞ്ഞിലിച്ചക്ക കിട്ടിയിട്ട്. അയ്യോ, ഇതൊന്ന് കാണട്ടെ, എനിക്ക് കൊതി വരുന്നു കണ്ടിട്ട്. എന്താ ഒരുപാട് കാലമായി ഇത് കഴിച്ചിട്ട് പോലും കണ്ടോ. ഈ വർഷം ആദ്യമായിട്ട് ഈ വർഷം ഒന്നല്ല, ഇപ്പോൾ ഒരു 3-4 കൊല്ലമെങ്കിലും ആയിട്ടുണ്ട്. ആഞ്ഞിലിച്ചക്ക കിട്ടത്തില്ല, നമുക്ക് അവിടെ ഉണ്ടെങ്കിലും ആരും ഇല്ലല്ലോ പറിക്കാനോ. ആഞ്ഞിലിക്കുരു കുലുസുമ്മയുടെ വീട്ടിൽ വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. കണ്ടാ, നമ്മുടെ കുലുസുമ്മയെ കൊണ്ടുവിടാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണേ. ഇവിടെ വന്നപ്പോൾ കുറേ നാളായി ഇത് കഴിച്ചിട്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ അടിപൊളിയില്ലേ. ഇത് കൊള്ളാം കേട്ടോ. പാവയ്ക്കായും നമ്മുടെ തോമരപ്പരിപ്പും കൂടി ഇട്ട് തോരൻ വെച്ചത് കേട്ടോ. നല്ല രസമുണ്ട്. ഞാനിങ്ങനെ ചെയ്തിട്ടില്ല, പക്ഷെ കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ഇത് പടവലങ്ങ മെഴുക്ക് വരട്ടി, ഇഞ്ചി അച്ചാറ്, ഇത് പടവലങ്ങ മെഴുക്ക് വരട്ടി. നമ്മുടെ കുലുസുമ്പാടെ സ്വന്തം തോട്ടത്തിലുണ്ടായ പടവലങ്ങയാണ് കേട്ടോ. അയ്യോ, ഇവിടുത്തെ പറമ്പിലെ കപ്പയാണോ ഇത്? കണ്ടോ, ഒരു മഴ പെയ്തപ്പോഴേ ഇവര് കപ്പയൊക്കെ ഓടി നടന്ന് പറിച്ചു കേട്ടോ. വെള്ളം പോകും അതുകൊണ്ട് തണ്ട. പക്ഷേ കപ്പ പറിച്ച് നമ്മുടെ പണ്ട് തെങ്ങും കൂനെ പോയി പറിക്കത്തില്ലേ വെള്ളം പൊങ്ങുമ്പോഴത്തേക്ക്. ഇതെന്തുവാപ്പാ, ഇങ്ങോട്ട് നീക്ക് എടുക്കട്ടെ. ഇതെന്തുവാ സംഭവം? കാരിയാണോ? പരാല്? എനിക്ക് വയ്യ കണ്ടോ. കാരിയാ കേട്ടോ. കാരി ഇട്ട് പച്ചക്കറി വെച്ചതാണ്. നമ്മുടെ പറമ്പിലുണ്ടായ നല്ല അടിപൊളി ഏത്തക്കാക്കപ്പയായത്. ഏത്തക്കാക്കപ്പ ലാങ്ങളൊക്കെ സ്പെഷ്യൽ കണ്ട. അവർക്ക് ചിരി വരുന്നു. മറിയമ്മ കുഞ്ഞേ, സൂപ്പർ കാരിക്കറി കേട്ടോ. കാരി പൊരിച്ചത്, കാരി പൊരിച്ചത്, നാടൻ കപ്പ, നമ്മുടെ പറമ്പിലെ കപ്പ. ചിരി വരുന്നില്ല അവർക്ക് കേട്ടോ. പിന്നെ എടുക്കോടാ ഞാൻ, അത്രേ ഉള്ളു. ഉണ്ട് അതൊന്നുമില്ല. ഇത് അയിലയാണ്, അയിലക്കറിയാണ് കേട്ടോ. എന്താ അറബിക്കടലിലെ അയിലക്കറി. എനിക്ക് വയ്യ. അപ്പം നമ്മുടെ കുലുസുമ്മായി അവിടെ കൊണ്ടുവന്ന് വിട്ടേച്ച് അവിടെ നിന്നും ഫുഡും ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. നമ്മുടെ വീഡിയോയും ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.